ലെസ്കോ ഫ്രാൻസ്. ആ പേര് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലെ? ലെസ്കോ ഫ്രാൻസ്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങള്, നിങ്ങൾക്ക് പാലിയോളിത്തിക് സൈറ്റ് ഇന്ത്യയിലും അതുപോലെ നിയോളിത്തിക് സൈറ്റ് ഇന്ത്യയില് അതുപോലെ വേൾഡില്, അപ്പൊ ഈ സൈറ്റുകളുടെ പേരുകളിലൂടെ നിങ്ങളൊന്ന് കടന്നു പോകണം. അതെവിടെയാണ് എന്നത് മറന്നു പോകരുത്. ഇതാണ് ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ളത്. കേൾക്കാം, ഇടക്കൊന്ന് മലയാളം കൊടുക്കണേ കുട്ടികൾക്ക്. മലയാളം പറയാം സർ, മലയാളം പറയട്ടെ. ക്വസ്റ്റ്യൻസ് മലയാളത്തിലേക്ക് ആണുള്ളത്. ഒറ്റ കാര്യം കൊണ്ട് ഞാൻ ഇവരോട് പറഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ ലീവ് ചെയ്യാണ്. അതായത് മക്കളെ, നമുക്ക് നാളെ രാവിലെ 5:30 സയൻസിന്റെ ക്ലാസ് ഉണ്ട്. അതുപോലെ നാളെ വൈകിട്ട് നിങ്ങൾക്ക് കണക്കിന്റെ ക്ലാസ് ആണ്. അത് 7 മണിക്കാണ്. 7 മണി മുതൽ 9 മണി വരെ നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും നാളത്തെ ക്ലാസ്സിൽ, കണക്കിന്റെ ക്ലാസ്സിൽ പറയുന്ന ചോദ്യങ്ങൾ പിറ്റേ ദിവസം തിങ്കളാഴ്ച സാറ്റ് മാറ്റ് പേപ്പറിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. നിർബന്ധമായിട്ട് നാളെ വൈകുന്നേരം 7 മണിക്കുള്ള ക്ലാസ്സിൽ പങ്കെടുക്കുക. 7 മണിക്കുള്ള ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ 500-ലധികം കുട്ടികൾ വരികയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് യൂട്യൂബ് ലൈവിലേക്ക് ആ ക്ലാസ് മാറ്റുന്നതാണ്. ഈ വിവരം നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ മുഹമ്മദ് റസ്താൻ എഴുതി അറിയിക്കുന്നതുമായിരിക്കും. ഓക്കെ ടീച്ചറെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തിയ ഈ കാര്യങ്ങൾ ഞാൻ ആദ്യം ഒന്നുകൂടെ ഈ സൈറ്റുകൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒന്നുകൂടി കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, മലയാളം മീഡിയം സ്റ്റുഡൻസിന് ഓക്കെ കാണാൻ പറ്റുന്നുണ്ട്. മലയാളം മീഡിയം സ്റ്റുഡൻസ് എന്താ ശ്രദ്ധിക്കേണ്ട? പാലിയോളിത്തിക് സൈറ്റിന്റെ മലയാളങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രാചീന ശിലായുഗം അല്ലെ? പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഭിംബേഡ്ക, നർമ്മദ താഴ്വര, നാഗാർജുൻ കൊണ്ട, ഹൻസ്കി, കുർനൂൽ കേവ്സ്. ഫസ്റ്റ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ ഏത് സ്റ്റേറ്റിലാണ് എന്നതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഒരാൾ പറയണം, ഇത് നിങ്ങളൊന്ന് ചെയ്തോ, ആ ഒരു ആക്ടിവിറ്റി പോലെ ഒന്ന് ചെയ്തു നോക്കുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഒരു ആക്ടിവിറ്റി ആണത്. അത് എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഭിംബേഡ്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഭിംബേഡ്ക. അത് ഏത് സൈറ്റ് ആണ്? പാലിയോളിത്തിക് ആണോ, നിയോളിത്തിക് ആണോ, മെസോളിത്തിക് ആണോ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. പിന്നെ വരുന്നത് മധ്യശിലായുഗം അഥവാ മെസോളിത്തിക് ഏജ്. ബഹർ രാജസ്ഥാൻ, ആദംഗഡ് മധ്യപ്രദേശ്. അങ്ങനെ 2 സൈറ്റുകളെ പ്രധാനമായിട്ടുള്ളൂ, ഇന്ത്യയിലുള്ളതാണ് പറയുന്നത്. പിന്നെ നവീന ശിലായുഗം, ഇതിൽ ഒരുപാട് സൈറ്റ് നിങ്ങൾക്ക് കാണാം. ഇതിൽ നിങ്ങൾക്ക് വേണ്ട സൈറ്റ് ഞാൻ ഇതിന്റെ മുൻപേ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എടയ്ക്കൽ ഉള്ളത്. എടയ്ക്കൽ കേവ് എവിടെയാണ്? വയനാടാണ്. അത് ഏത് ശിലായുഗവുമായിട്ടാണ്, അല്ലെങ്കിൽ വിച്ച് ഏജ് ഇസ് റിലേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവീന ശിലായുഗവുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ട്. നെക്സ്റ്റ് വൺ ഈസ് ചാൽക്കോലിത്തിക് ആണ്. ചാൽക്കോലിത്തിക് താമ്രശിലായുഗം. മെഹർഗഡ്, എറാൽ, ചിരാന്ത്, കായ്ത, അങ്ങനെ ഒരുപാട് സൈറ്റ് ഉണ്ട്. അതിൽ മെഹർഗഡ് ഒക്കെയാണ് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു സൈറ്റ്. ഇതിൽ എപ്പോഴും ചോദിക്കാവുന്ന സൈറ്റ് നവീന ശിലായുഗമാണ്. അതുപോലെ തന്നെ മധ്യശിലായുഗം, പ്രാചീന ശിലായുഗമാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സൈറ്റുകൾ ഡിഫറെന്റ് കൺട്രീസ് ആണ്. ലെസ്കോ ഫ്രാൻസ്, അത് പാലിയോലിത്തിക് ഏജ് ആണ്. ഭിംബേഡ്ക ഇന്ത്യ, അത് പാലിയോലിത്തിക് ആണ്. അൾട്ടാമിറ സ്പെയിൻ, അതും പാലിയോലിത്തിക് സൈറ്റ് ആണ്. ഷോവെ ഫ്രാൻസ്. ഞാൻ നേരത്തെ ഒരു ചിത്രം കാണിച്ചു അല്ലെ? ആ ചിത്രത്തിൽ പോലും അത് എവിടെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം ഇടയ്ക്ക് ചോദിക്കാം. ഇനിയിപ്പോ ചില മാറ്റങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊണ്ടുവന്നിട്ട് ആ ചിത്രം കൊടുത്തിട്ട് അത് ഏത് സൈറ്റിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ ഷോവ എവിടെയാണ്, അങ്ങനെ ചോദിക്കാം. അല്ലാണ്ട് ഈ സൈറ്റ് തന്നെ പറഞ്ഞാൽ നമ്മളിത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഷോവെ ഫ്രാൻസ് ആണ്. എടയ്ക്കൽ ഇന്ത്യയാണ്. നവീന ശിലായുഗം. ജാർമോ, ജെറീക്കോ, ചാദൽ ഹൊയൂക്ക്, മെഹർഗഡ്, ബുർസാഹ, അങ്ങനെ ഒരുപാട് സൈറ്റുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്
നമ്മൾ മുൻപ് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി ഞാൻ ചോദ്യങ്ങൾ കാണിച്ചു തരാം. അതിന്റെ മുന്നേ ആ ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്നുകൂടെ പോവാം. കുറച്ച് കാര്യം ആ ടെക്സ്റ്റിൽ തന്നെ പറയാനുണ്ട്. മലയാളത്തിലും പറയാട്ടോ. നിങ്ങൾ അത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടോ, ഒന്ന് കയ്യിലെടുത്താൽ മതി. നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. Bhimbedka in Madhya Pradesh. Bhimbedka in Madhya Pradesh is remarkable Paleolithic site. അതിന് തൊട്ട് താഴെ തന്നെ ഒരു കണ്ടോ, റോക്ക് ഷെൽട്ടർ വാസ് എ സാലിയന്റ് ഫീച്ചർ ഓഫ് ദിസ് സൈറ്റ്. കല്ലുകൊണ്ടുണ്ടാക്കിയ വാസസ്ഥലങ്ങൾ ബിംബേഡ്കയുടെ പ്രത്യേകതയാണ് എന്ന് പറയുന്നുണ്ട്. അതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതായത് മാച്ച് ദ ഫോളോയിങ്ങിൽ വന്നൊരു ചോദ്യമാണത്. പിന്നെ വരുന്നത് മെസോളിത്തിക് ഏജ്. മെസോളിത്തിക് ഏജിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? മധ്യശിലായുഗത്തിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? മൈക്രോലിത്തിക് ഏജ്, സൂക്ഷ്മ ശിലായുഗം എന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? സൂക്ഷ്മവും മുനയുള്ളതുമായ ആയുധങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ്. സ്മോൾ ആൻഡ് ഷാർപ്പ് പോയിന്റഡ് ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് മാമൂത്ത് ഏത് കാലഘട്ടവുമായി റിലേറ്റഡ് ആണ്? ദാറ്റ് ഈസ് മെസോളിത്തിക് ഏജ് ആണ്. മെസോളിത്തിക് ഏജിൽ ഉണ്ടായിരുന്ന ഒരു ആനയാണ് അല്ലെ മാമൂത്തിന്റെ. ഹലോ, ആരാ? മലയാളം പറയുന്നുണ്ടല്ലോ. മാമൂത്ത് എന്ന് പറഞ്ഞാൽ മാമൂത്ത് തന്നെ അതിന്റെ പേര്, മാമത്ത് എന്ന അതിന്റെ പേര്. മലയാളം പറഞ്ഞു ഞാന്. സൂക്ഷ്മശിലായുഗം എന്നൊക്കെ പറഞ്ഞ മലയാളം അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കണേ. മാമത്ത് പറഞ്ഞാല് മധ്യശിലായുഗം, അതായത് മെസോളിത്തിക് ഏജിലുണ്ടായിരുന്ന ഒരു ആനയാണ് അല്ലെ. അതിന്റെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിരുന്ന സയന്റിസ്റ്റ് ആരാണ്? The scientists look forward the resurrecting the mammoth with a thick fur covered body and long tusk. ആരാ നടത്തിയത്? അവിടെ പേരില്ലേ? ടോറി ഹെറിഡ്ജ്. ആ പേരാണ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്യേണ്ടത്. മാമത്ത് ഏത് കാലഘട്ടത്തിലാണ്? ടോറി ഹെറിഡ്ജ് ഒരു പേരാണ്, അത് മലയാളത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, പിന്നെ മെസോളിത്തിക് ഏജിൽ ഉണ്ടായിരുന്ന 2 സൈറ്റുകളാണ് ബാഹർ രാജസ്ഥാൻ, ആദംഗഡ് മധ്യപ്രദേശ്. മെസോളിത്തിക് എന്ന് പറഞ്ഞാൽ മധ്യശിലായുഗം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട നിയോളിത്തിക് ഏജ് ആണ്. നിയോളിത്തിക് ഏജിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗോൾഡൻ ചൈൽഡിന്റെ നിയോളിത്തിക് റവല്യൂഷൻ എന്ന ഒരു പുസ്തകമാണ് അല്ലെ. 2 പുസ്തകങ്ങൾ അവിടെ ഉണ്ട്. ഗോൾഡൻ ചൈൽഡ് ഓസ്ട്രേലിയക്കാരനാണ്, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ മാൻ മേക്ക് ഹിംസെൽഫ് ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്നീ 2 പുസ്തകങ്ങൾ എഴുതിയ ആളാണ് ഗോൾഡൻ ചൈൽഡ്. മാൻ മേക്ക് ഹിംസെൽഫ് ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി. നെക്സ്റ്റ് വൺ ഈസ്, ഇതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടുന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ലേക്ക് വില്ലേജ് സ്വിറ്റ്സർലാൻഡിലാണ്. തടാക ഗ്രാമങ്ങൾ എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ്. ആൻഡ് ദിസ് വൺ ഈസ്, ഇവിടെ നോക്കൂ, പാലസ്തീനില്. ജെറിക്കോ എവിടെയായിരുന്നു? പാലസ്തീനിലാണ് കേട്ടോ. നേരത്തെ ആ ഒരു ബോക്സിൽ ഇറാഖ് എന്ന് കൊടുത്തിട്ടുണ്ട്. ജെറിക്കോ പാലസ്തീനിലാണ്. ജെറിക്കോയിൽ നിന്ന് കണ്ടെത്തിയത് എന്താണ്? വാൾസ് ആൻഡ് ഹൗസസ് ബിൽഡ് ഓഫ് സ്റ്റോൺസ് ആണ്. കല്ലുകൊണ്ട് നിർമ്മിച്ച ചുമരുകളോട് കൂടിയ വീടുകളാണ് കണ്ടെത്തിയത്. അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ജാർമോ എന്ന് പറഞ്ഞ ഇറാഖിലാണ്. ഇത് നിയോളിത്തിക് ഏജിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. ജാർമോ ഏത് ശിലായുഗവുമായിട്ട് റിലേറ്റഡ് ആണ്? നവീന ശിലായുഗവുമായി റിലേറ്റഡ് ആണ് ജാർമോ. അവിടെ നിന്ന് എന്ത് എവിഡൻസാ കിട്ടിയത്? ജാർമോ എവിടെയാണ്? ജാർമോ നോർത്താണ്, ഇറാഖിലാണ്. ഓക്കെ, അവിടുന്ന് കിട്ടിയ ആ ചിത്രം കണ്ടോ? മഡ് ഹട്ട്സ് ആണ് അല്ലെ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ
കല്ലുകൾ പോലെയുള്ള അല്ലെ ചളി കുഴിച്ചുണ്ടാക്കിയ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഈ ഒരു ചിത്രം കാണിച്ചിട്ട് ചോദിക്കാം ഇത് എന്താണ്? ജാർമോ വില്ലേജ് ആണിത്. ഓക്കെ, ഇതെങ്ങനെ ഉണക്കിയെടുത്തിരുന്നത്? സൺ ഡ്രൈഡ് ബ്രിക്ക് ആണ്. സൺ ഡ്രൈഡ് ബ്രിക്ക് വാൾ എന്ന് പറഞ്ഞാല് സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുത്തിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. ജാർമോയിലെ ആളുകൾ അഗ്രികൾച്ചറിൽ എൻഗേജ്ഡ് ആയിരുന്നു. ഇതൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോയെന്നേ ഉള്ളൂ കുറച്ച് കാര്യങ്ങളിലേക്ക്. ഇനി ചാൽക്കോളിത്തിക് ഏജിന്റെ ഇമ്പോർട്ടന്റ് ആയതാണ് മെറ്റൽ ഏജ് ആണ്. മെറ്റൽ ഏജ്. അതുപോലെ തന്നെ ചാദൽ ഹൊയ്യൂക്ക് ഇൻ ടർക്കി. തുർക്കിയിലെ ചാദൽ ഹൊയ്യൂക്ക്, മലയാളം മീഡിയക്കാര്, ചാൽക്കോളിത്തിക് ഏജിന് എക്സാമ്പിൾ ആണെന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കടന്നുപോയി. പിന്നെ വേറൊരു സൈറ്റ് കൂടെ ഉണ്ട്, മെഹർഗർ. ബലൂചിസ്ഥാനിലെ മെഹർഗർ, അതും ചാൽക്കോളിത്തിക് സൈറ്റ് ആണ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇങ്ങനെയൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? കവർ ചെയ്യണം. ഓക്കെ, ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഭീംബേഡ്ക, നർമ്മദ താഴ്വര, അങ്ങനെ കൊടുത്ത് ഈ ഒരു ബോക്സിൽ കുറച്ച് സൈറ്റെങ്കിലും ഇമ്പോർട്ടന്റ് ആയ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതും അല്ലാതെ കുറച്ചെണ്ണം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട ശിലായുഗ കേന്ദ്രങ്ങൾ രാജ്യത്തിലുള്ളത്, വിവിധ രാജ്യങ്ങളിലുള്ളത്, അതും ഒന്ന് പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ചില ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ കൊടുത്തില്ല, അതുകൊണ്ട് ഞാൻ പറയാം മലയാളത്തിൽ. നാഗാർജുൻ കൊണ്ട ഇൻ ആന്ധ്രാപ്രദേശ് റിപ്രസെന്റ്. നാഗാർജുൻ കൊണ്ട ഏത് സൈറ്റ് ആണ്? ആന്ധ്രാപ്രദേശിലെ നാഗാർജുൻ കൊണ്ട ഏത് ശിലായുഗവുമായി റിലേറ്റഡ് ആണ് എന്ന് ചോദ്യമുണ്ട്. ഏതാണ്? പാലിയോളിത്തിക് ആൻഡ് നിയോളിത്തിക്. പാലിയോളിത്തിക് ആൻഡ് നിയോളിത്തിക്. ഓക്കെ. And next one is Lascaux Cave is situated. Lascaux Cave എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഫ്രാൻസ്. ഫ്രാൻസ്. നോക്കൂ, നമ്മൾ പറഞ്ഞ ആ ചോദ്യങ്ങളല്ലേ വന്നത് ക്വസ്റ്റ്യൻ പേപ്പറിലും? അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങളോട് പറയാം. ഇത് സെക്കൻഡ് ചാപ്റ്ററിൽ ഉള്ളതാണ്. കാലിബംഗൻ എപ്പോഴും ചോദിക്കുന്ന ഒരു പേരാണ് കാലിബംഗൻ. അത് ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു സൈറ്റ് ആണ് കാലിബംഗൻ. കാലിബംഗൻ എന്ന വാക്കിന്റെ അർത്ഥം, ദ ടേം കാലിബംഗൻ മീൻസ് എന്താണ്? ബ്ലാക്ക് ബാംഗിൾസ്. ഓക്കെ, കറുത്ത വളകൾ എന്നാണ് അർത്ഥം. നമ്മൾ കാലിബംഗനിൽ വേറെ ഒന്നുകൂടെ പഠിച്ചിട്ടുണ്ട്. ചോദ്യം ആർക്കാ ഓർത്തെടുക്കാൻ പറ്റുക? അവിടുന്ന് കിട്ടിയ ഒരു എവിഡൻസ്, ടെക്സ്റ്റിൽ പറയുന്ന ഒരു എവിഡൻസ് ആണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മുൻപ് ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞ, എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ഒരു ചോദ്യമാണ്. ഓക്കെ, ഇതിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. മൗണ്ട് ഓഫ് ഡെഡ്. മൗണ്ട് ഓഫ് ഡെഡ് എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ കുന്ന് എന്നാണ്. അതറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? മോഹൻജോദാരോ. യെസ്, മോഹൻജോദാരോ. മോഹൻജോദാരോ ആണ് മരിച്ചവരുടെ കുന്ന് അഥവാ മൗണ്ട് ഓഫ് ഡെഡ് എന്നറിയപ്പെടുന്നത്. ഉറൂക്ക് വാസ് എ സിറ്റി ഇൻ. ഉറൂക്ക് എവിടുത്തെ പട്ടണമാണ് എന്നതാണ് ചോദ്യം. മെസൊപ്പൊട്ടേമിയ. യെസ്, മെസൊപ്പൊട്ടേമിയ. ഇത് എഴുതിയെടുക്കേണ്ടതൊക്കെ നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ റിവിഷൻ ബേസ് ചെയ്ത് ചെയ്യാൻ. ദ മെഗാലിത്തിക് ഏജ് ഓഫ് സൗത്ത് ഇന്ത്യ റിപ്രസെന്റ്. മെഗാലിത്തിക് ഏജ് അയേൺ ഏജ് ആണ്, ഇരുമ്പ് യുഗം എന്നൊക്കെ പറയും അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. ദ മൂവേന്ദർ ഓഫ് സൗത്ത് ഇന്ത്യ ഡിഡ് നോട്ട് ഇൻക്ലൂഡ്. മൂവേന്ദേഴ്സ് എന്നറിയപ്പെടുന്നത് ചേരാസ്, പാണ്ഡ്യാസ്, ചാലുക്യാസ്, ചോളാസ്. അറിയപ്പെടാത്തവരാ ചോദിച്ചത്. മൂവേന്ദർമാർ മലയാളത്തിൽ ചേരന്മാർ, പാണ്ഡ്യ ആൻഡ് ചോളാസ് ആണ്. ചാലൂക്യ ഇല്ല. ചാലൂക്യ അതില് നോട്ട് ഇൻക്ലൂഡഡ് ആണ്. ഇത് ത്രിപീഡികാസ് ആർ റിലേറ്റഡ് ടു. ത്രിപീഡിക ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ബുദ്ധിസ്റ്റ്, ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് ത്രിപീഡിക. ടീച്ചറെ ഒരു മിനിറ്റ്. ആ ആ ഏതോ ഒരു ID ഇങ്ങനെ ശബ്ദം വരുന്നുണ്ട്, അവിടുന്ന് സംസാരിക്കുക. അത് ഏതാണ് ID? മുഹമ്മദ് അർഷാൻ നോക്കണേ. ഓക്കെ സർ. ചിലപ്പോ ടീച്ചറുടെ ഫോണിന്റെ വേറെ ഏതെങ്കിലും. അല്ല അല്ല, ഇവിടെ ആരുമില്ല. മുഹമ്മദ് അർഷാനും ധ്യാനം അവിടെ നോക്കുന്നുണ്ടോ? നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്? അല്ല സാർ, ഇവിടെ ഉണ്ടോ? മുഹമ്മദ് അർഷാന്റെ എന്താന്ന് തോന്നുന്നു സൗണ്ട് വരുന്നത് അല്ലേ? ഇല്ല സാറേ. എക്കോ വരുന്നില്ല. ധ്യാനം ഒന്ന് സംസാരിച്ചേ. ഇല്ല സർ, ഇവിടുന്നല്ല. ഇല്ല. ഓക്കെ. മറ്റുള്ള കുട്ടികൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ശരി. ടീച്ചറെ സ്റ്റാർട്ട് ചെയ്തോളൂ. Okay. The Tripedikas was related to ബുദ്ധിസ്റ്റ് ആണ്. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ത്രിപീഡിക എന്ന് പറയുന്നത്. അടുത്തത് നെയിം ഓഫ് ദി ഏർലി ക്യാപിറ്റൽ ഓഫ് മഗധ. മഗധയുടെ ആദ്യത്തെ ക്യാപിറ്റൽ ഏതായിരുന്നു എന്നതാണ് ചോദ്യം. മഗധയുടെ ആദ്യത്തെ ക്യാപിറ്റൽ രാജഗ്രഹയാണ് കേട്ടോ. പെട്ടെന്ന് കുട്ടികൾ പാടലിപുത്ര എന്നൊക്കെ എഴുതും. ആദ്യത്തെ ക്യാപിറ്റലാണ് ഇവിടെ ചോദിച്ചത്, രാജഗ്രഹമാണ്. രാജഗ്രഹ. നെക്സ്റ്റ് വൺ, ഞാൻ ഇപ്പൊ നേരത്തെ നിങ്ങളെ ചൂണ്ടിക്കാണിച്ച ആ ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കണ്ടോ, ബിംബേഡ്ക ഏതുമായി റിലേറ്റഡ് ആണ്? നേരത്തെ ഞാൻ കാണിച്ചു നിങ്ങൾക്ക്. ബിംബേഡ്ക നേതിന്റെ താഴത്തെ റോക്ക് ഷെൽട്ടർ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വന്ന ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത്. പക്ഷെ നിങ്ങൾ കാണാതെ പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതായത് ഫോക്കസ് ഏരിയ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കൂല. ഇടയ്ക്ക് റോക്ക് ഷെൽട്ടർ എന്നൊന്നും ശ്രദ്ധിക്കണം എന്നില്ല. ബിംബേഡ്ക മധ്യപ്രദേശിന് ശ്രദ്ധിക്കാം, പാലിയോളിത്തിക്ക് ശ്രദ്ധിക്കാം, റോക്ക് ഷെൽട്ടർ എന്നുള്ള ചില കുട്ടികളെങ്കിലും വിട്ടുപോകാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ ബാഹർ എന്ന് പറഞ്ഞാൽ ഒരു മെസോളിത്തിക് സൈറ്റ് ആണ്, നമുക്കറിയാം. മധ്യശിലായുഗ കേന്ദ്രമാണ് ബാഹർ. മധ്യശിലായുഗ കേന്ദ്രം എവിടെയാണ് ബാഹർ? രാജസ്ഥാൻ. ഓക്കെ. ഇനി ഇടയ്ക്കൽ വരുന്നത് വയനാടാണ്. അതേത് സൈറ്റാണ്? നവീന ശിലായുഗമാണ്. പിന്നെ കാദൽഹൊയ്യൂക്ക്, അവിടെ യൂസ് ഓഫ് കോപ്പറിന്റെ ഉപയോഗമുണ്ട്. അവിടെ ചോദിച്ചത് കാദൽഹൊയ്യൂക്ക് എവിടെയാണെന്നല്ല, തുർക്കിയിലാണ്. അങ്ങനെയും ചോദിക്കാം. അപ്പൊ അവിടെ എന്താ ഉപയോഗിച്ചത് നമ്മൾ അത്ര ശ്രദ്ധിക്കൂല. അപ്പൊ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വന്ന ഒരു രീതി. ഇനി ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ട്, ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ ഫ്രം എമംഗ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട്. ഇത് നിങ്ങൾ നോക്കേണ്ടതാണ്. കുറിഞ്ചി, പാലൈ, മുല്ലൈ, മരുതം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ചോദിച്ചത് കറക്റ്റ് പെയറാണ്. പാലയാണ് ഇവിടുത്തെ കറക്റ്റ് പെയർ. ഡ്രൈലാൻഡ് അല്ലേ പാലൈ? അതിന്റെ മലയാളം മീഡിയം സ്റ്റുഡൻസിന് ഞാൻ കാണിച്ചു തരാം. എന്നോട് ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്താന്നുള്ളത്. ദ ടേം ഹൈറോഗ്ലിഫിക്സ് മീൻസ്, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം ഹോളി റൈറ്റിംഗ് ആണ്. ഹോളി റൈറ്റിംഗ്, വിശുദ്ധമായ എഴുത്ത്. മലയാളം മീഡിയം സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം. അതിനോട് ചേർത്തൊന്ന് വായിക്കട്ടെ. ഹൈറോഗ്ലിഫിക്സ് എന്ന പദം അല്ലെങ്കിൽ ആ ഒരു ലിപി വായിച്ചത് ആരാന്നൊരു ചോദ്യം ചോദിക്കാം. അത് ശംഭോലിയനാണ്. ശംഭോലിയൻ. അതുകൂടെ ഓർത്ത് വെക്കണം കേട്ടോ. അത് ഞാൻ ഇപ്പൊ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചത് എവിടെയാണ് നോക്കേണ്ടത്. പിന്നെ ഇപ്പൊ നമ്മൾ കുറച്ച് ചോദ്യങ്ങളിലൂടെ പോയി. ഇനിയിപ്പോ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് കാര്യങ്ങൾ നോക്കണം. ഈ ഒരു ഭാഗങ്ങൾ നോക്കേണ്ടതാണ്. കണ്ടോ, ഗ്രീൻ, യെല്ലോ, റെഡ്, ബ്ലാക്ക്, ബ്ലൂ, ബ്രൗൺ. ഇതെന്താണ്? മാപ്സിലെ സയൻസ് ആണ്. സിമ്പിൾസ് ആൻഡ് സയൻസ്. ഇത് എന്തിനെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എക്സാമിന് ഇടയ്ക്ക് ചോദിക്കുക. ഗ്രീൻ കളർ എന്തിനെയാണ് കാണിക്കുന്നത്? നാച്ചുറൽ വെജിറ്റേഷൻ. യെല്ലോ ഫാംലാൻഡ് ആണ്, കൃഷിയിടങ്ങളെയാണ് കാണിക്കുന്നത്. നാച്ചുറൽ വെജിറ്റേഷന് മലയാളം നൈസർഗിക സസ്യജാലങ്ങൾ എന്നൊക്കെ പറയും. ഈ റെഡ് എന്തിനെ കാണിക്കുന്നത്? സെറ്റിൽമെന്റ്സ് ആണ്, വാസസ്ഥലങ്ങൾ. പിന്നെ റോഡിനെയും കാണിക്കുന്ന റെഡ് ആണ്. റോഡിന് കാണുമ്പോൾ പെട്ടെന്ന് ബ്ലാക്ക് എന്ന് എഴുതരുത്. റെഡ് കളറാണ് റോഡിനെ മെൻഷൻ ചെയ്യുന്നത്. ബ്ലാക്ക് റെയിൽവേ ലൈന്, ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്,
ടെലിഫോൺ ലൈൻ ഒക്കെയാണ് ബ്ലാക്ക് കാണിക്കുന്നത്. ബ്ലൂ വാട്ടർ ബോഡീസ് ആണ്. ബ്രൗൺ റോക്ക് ഔട്ട് ക്രോപ്സ് ആൻഡ് സാൻഡ് ഡ്യൂൺസ് ഹിൽസ് ആണ്. റോക്ക് ഔട്ട് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പാറക്കൂട്ടങ്ങളെ കുറിച്ച്. ഹിൽസ് പറഞ്ഞ കുന്നുകള്. ആ ഒരു ഇത്രയും കാര്യങ്ങളാണ് കൂടുതലായിട്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഗ്രീൻ, യെല്ലോ, റെഡ്, ബ്ലാക്ക്, ബ്ലൂ, ബ്രൗൺ. ബാക്കിയുള്ളത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലൊന്ന് കണ്ണോടിക്കാം, മറ്റേതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. ഓക്കെ. ഓക്കെ. ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇഗ്നേഷ്യസ് റോക്കിന് എക്സാമ്പിൾസ്. ഇഗ്നേഷ്യസ് റോക്കിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇഗ്നേഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പ്രൈമറി റോക്കാണ്. ഇഗ്നേഷ്യസ് റോക്കിന്റെ മലയാളം ആഗ്നേയശില എന്നാണ്. ആഗ്നേയശില എന്ന് പറഞ്ഞാൽ അതൊരു പ്രാഥമിക ശിലയാണ്. ആഗ്നേയശിലയിൽ നിന്നാണ് മറ്റു ശിലകൾ രൂപപ്പെടുന്നതെന്നൊക്കെ നമ്മൾ ആ ഒരു ഫോർമേഷന്റെ സൈക്കിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പഠിക്കുന്നുണ്ട്. അവിടേക്ക് പോകണ്ട, ഇവിടേക്ക് ശ്രദ്ധിക്കാം. ഈ ഇഗ്നേഷ്യസ് റോക്കിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ആഗ്നേയശിലയ്ക്ക് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റും ബസാൾട്ടും. ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട്. അടുത്തതാണ് സെഡിമെന്ററി റോക്ക്. സെഡിമെന്ററി റോക്കുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു സ്ട്രാറ്റിഫൈഡ് ആണ്. സെഡിമെന്ററി റോക്ക് സ്ട്രാറ്റിസ്ഫൈഡ് റോക്കാണ്. അതായത് അടുക്കുശിലകളാണ്. അത് ഒരു ചോദ്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ മുൻപ്. ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഇഗ്നേഷ്യസ് റോക്കിന്റെ ഫീച്ചർ, സെഡിമെന്ററി റോക്കിന്റെ ഫീച്ചർ അല്ലാത്തത്, ആയത്, അങ്ങനെയൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾ, അതായത് അവസാദ ശിലയ്ക്ക് എക്സാമ്പിൾ ഏതാണ്? അവസാദ ശില എന്നാണ് മലയാളത്തില്. സാൻഡ് സ്റ്റോണും ലൈം സ്റ്റോണും. ചുണ്ണാമ്പ് കല്ല് അല്ലെ, ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല് എന്നാണ് അതിന്റെ മലയാളം. സെഡിമെന്ററി റോക്ക് ആൻഡ് അടുത്തതാണ് മെറ്റമോർഫിക്. അത് കായാന്തരിക ശിലയാണ് മെറ്റമോർഫിക് റോക്ക്. മെറ്റമോർഫിക് റോക്കിന് എക്സാമ്പിൾ ആണ് മാർബിളും സ്ലേറ്റും. മാർബിൾ, സ്ലേറ്റ്. ഇത് എവിടെയാ കൂടുതലായിട്ട് കാണപ്പെടുന്നത്? കേരളത്തിലാണ് മെറ്റമോർഫിക് റോക്ക് കാണപ്പെടുന്നത് കൂടുതലായിട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങൾ. ഇതിന്റെ എക്സാമ്പിൾസ് ആണ്, ഒന്നുകൂടെ നോക്കുക. ഇഗ്നേഷ്യസ് റോക്കിന് എക്സാമ്പിൾ ഗ്രാനൈറ്റ്, ബസാൾട്ട്. ഇഗ്നേഷ്യസ് റോക്ക് പ്രൈമറി റോക്കാണ്. സെഡിമെന്ററി റോക്ക് സ്ട്രാറ്റിസ്ഫൈഡ് റോക്കാണ്. എക്സാമ്പിൾ സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ. മെറ്റമോർഫിക് മാർബിൾ, സ്ലേറ്റ്. കേരളത്തിൽ അത് കാണപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ നോക്കാനുള്ളൂ. ഇനി ഒരു ഇത് നോക്കാം, വെതറിങ് ഏതൊക്കെ തരത്തിലുണ്ട്. വെതറിങ് എന്ന് പറഞ്ഞാൽ അപക്ഷയം എന്നാണ് മലയാളത്തിൽ. വെതറിങ് ഫിസിക്കൽ വെതറിങ് ഉണ്ട്, കെമിക്കൽ വെതറിങ് ആൻഡ് ബയോളജിക്കൽ വെതറിങ് ഉണ്ട്. അതിനെ കുറിച്ചൊന്ന് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് വായിച്ചു നോക്കണം. എങ്ങനെയാണ് ഫിസിക്കൽ വെതറിങ് നടക്കുന്നത്, എങ്ങനെയാണ് കെമിക്കൽ വെതറിങ്, അതുപോലെ തന്നെ ബയോളജിക്കൽ വെതറിങ്. അതൊന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് ആ ഡെഫിനേഷൻ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നെ പോകണം. ഇനി ഒരു ചോദ്യം നോക്കൂ. മാപ്സില് എന്താണ് സ്മോൾ സ്കെയിൽ മാപ്പ്? എക്സാമ്പിൾസ് ഓഫ് സ്മോൾ സ്കെയിൽ മാപ്പ്. ചെറിയ തോത് ഭൂപടം. ചെറിയ തോത് ഭൂപടം എന്നാൽ എന്താണ്? മാപ്പ് ഷോയിങ് ഓൺലി ദ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ഓഫ് ലാർജർ ഏരിയ അല്ലെ. ചെറിയ ഏരിയയുടെ പോലും വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാപ്പിനെയാണ് നമ്മൾ സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്, ചെറിയ തോത് ഭൂപടം എന്ന് പറയുന്നത്. അങ്ങനെ ലാർജ് സ്കെയിൽ മാപ്പ് എന്താണ്? മാപ്പ് റിപ്രസെന്റിങ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓഫ് ദി സ്മോൾ ഏരിയ. അതാണ് ലാർജ് സ്കെയിൽ മാപ്പ്. അതായത് ചെറിയ ഏരിയകളുടെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഉൾപ്പെടുത്തിയതാണ് എന്ത്? ലാർജ് സ്കെയിൽ മാപ്പ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. എക്സാമ്പിൾ ആണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. സ്മോൾ സ്കെയിൽ മാപ്പിന് എക്സാമ്പിൾ ആണ് അറ്റ്ലസ് മാപ്പും വാൾ മാപ്പും. അറ്റ്ലസ് മാപ്പ് ആൻഡ് വാൾ മാപ്പ്. പിന്നെ ഫിസിക്കൽ മാപ്പിന് എക്സാമ്പിൾസ് ഏതൊക്കെയാ അറിയാലോ? പ്രകൃതിയുമായി റിലേറ്റ് ചെയ്ത എല്ലാം ഫിസിക്കൽ മാപ്പ് തന്നെയാണ്. അത് ആലോചിച്ച് വെച്ചാൽ മതി.
സോയിൽ മാപ്പ്, മണ്ണ് ഭൂപടം, ക്ലൈമറ്റ് കാലാവസ്ഥാ ഭൂപടം, വെദർ മാപ്പ്, ഫിസിയോഗ്രാഫിക് മാപ്പ്. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കുക, കൾച്ചറൽ മാപ്സ് ഏതൊക്കെയാണ്? സാംസ്കാരിക ഭൂപടങ്ങൾ ഏതൊക്കെയാണ്? ഹിസ്റ്റോറിക്കൽ മാപ്പ്, മിലിറ്ററി മാപ്പ്, അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കാറ്റഗറൈസ് ചെയ്യാനുള്ളത്. ഇൻഡസ്ട്രിയൽ മാപ്പ്, അഗ്രികൾച്ചറൽ മാപ്പ്. പിന്നെ അടുത്തത് കഡസ്ട്രൽ മാപ്പാണ്. എന്താണ് കഡസ്ട്രൽ മാപ്പ്? കഡസ്ട്രൽ മാപ്പിന് എക്സാമ്പിൾ എന്താണെന്നാണ് പഠിച്ചു വെക്കേണ്ടത്. വില്ലേജ് മാപ്പാണ് കഡസ്ട്രൽ മാപ്പിന് എക്സാമ്പിൾ. ഇതിലെന്താ കാണിക്കുന്നത്? ഇറ്റ് പ്രിപ്പയർഡ് ദ റെക്കോർഡ് ഓഫ് ബൗണ്ടറീസ് ആൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽ ഓഫ് ലാൻഡ് പ്രോപ്പർട്ടീസ് ആണ്. ഒരു സ്ഥലത്തിന്റെ ഒരു ഏരിയയുടെ ഒക്കെ ആ ലാൻഡ് പ്രോപ്പർട്ടിയുടെ ബൗണ്ടറി അതിർത്തിയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് അതിൽ കൊടുക്കുന്നത് കഡസ്ട്രൽ മാപ്സിൽ. അത് വില്ലേജ് മാപ്പ് അതിന് എക്സാമ്പിൾ ആണ്. ഡൗട്ട് ഉണ്ടോ ഇതിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ നിങ്ങൾക്ക്? ഈ ഒരു ചോദ്യത്തിലേക്ക് കിടക്കട്ടോ. ടെമ്പറേറ്റ് സോൺ എക്സ്റ്റെൻഡ് ബിറ്റ്വീൻ. ഈ ഭാഗമൊന്നും നിങ്ങൾക്ക് ഇക്കൊല്ലം പഠിച്ചതല്ല. ഇതൊക്കെ നിങ്ങൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. ടെമ്പറേറ്റ് സോണും ഫ്രിജിഡ് സോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. നോക്കാം. സമശീതോഷ്ണ മേഖല സ്ഥിതി ചെയ്യുന്നത് അത് 23.5 ഡിഗ്രി വടക്ക് മുതൽ 23.5 ഡിഗ്രി തെക്ക് വരെയാണ്. 23.5 ഡിഗ്രി നോർത്ത് ടു 23.5 ഡിഗ്രി 23.5 ഡിഗ്രി ടു 66 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അല്ലേ? ബോത്ത് ഹെമിസ്ഫിയറിലല്ലേ വരുന്നത് ടെമ്പറേറ്റ് സോണ്. അതൊന്നുകൂടെ ക്ലിയർ ചെയ്യട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ. അതാണ് എൻ്റെ ഓർമ്മയിൽ. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഫ്രം ജൂൺ ടു സെപ്റ്റംബർ ഇന്ത്യ എക്സ്പീരിയൻസസ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലഘട്ടമാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ. സൗത്ത് വെസ്റ്റിന്റെ മലയാളം എന്താ? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. അടുത്തൊരു ചോദ്യം. ലോ ഇംപ്ലിമെന്റേഷൻ ഇസ് എ മെയിൻ ഫങ്ഷൻ ഓഫ്. നിയമനിർവഹണം പ്രധാന ചുമതലയായിട്ടുള്ള സ്ഥാപനം. നിയമങ്ങൾ നിർമ്മിക്കുന്നത് ലെജിസ്ലേറ്റീവ് ആണ്. ലോക അദാലത്ത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ലോക അദാലത്ത് എന്താന്നുള്ളത്. ലോക അദാലത്ത് എന്നാൽ എന്താണ്? ഒരു സന്നദ്ധ നീതിന്യായ സ്ഥാപനമാണ് ലോക അദാലത്ത്. ഒരു സന്നദ്ധ നീതിന്യായ സ്ഥാപനം. എ വോളണ്ടറി ജുഡീഷ്യൽ സെറ്റപ്പ്. എ വോളണ്ടറി ജുഡീഷ്യൽ സെറ്റപ്പ്. അതാണ് ലോക അദാലത്ത്. ദ ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ദി പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ വസതിയുടെ പേര് രാഷ്ട്രപതി ഭവൻ അല്ലേ? ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി രാഷ്ട്രപതി ഭവൻ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. വിച്ച് വൺ ഈസ് നോട്ട് കറക്റ്റഡ് റിഗാർഡിംഗ് ഇഗ്നേഷ്യസ് റോക്ക്. ഇഗ്നേഷ്യസ് റോക്കുമായി റിലേറ്റ്, അതായത് അല്ലാത്തത് ഏത്? ഇഗ്നേഷ്യസ് റോക്കുമായി റിലേറ്റഡ് അല്ലാത്തത് ഇവിടെ കൊടുത്ത നോൺ ആസ് സാറ്റിസ്ഫൈഡ് റോക്ക് ഫോംഡ് ബൈ സോൾഡിഫിക്കേഷൻ ഓഫ് മാഗ്മ. ഗ്രാനൈറ്റ് ഇസ് എൻ എക്സാമ്പിൾ. നോൺ ആസ് പ്രൈമറി റോക്ക്. ഇവിടെ നോക്കാം. അഗ്നേയശിലകളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. അടുക്കുശിലകൾ എന്ന് വിളിക്കുന്നു. മാഗ്മ തണുത്തുറഞ്ഞു ഉണ്ടാകുന്നു. ഗ്രാനൈറ്റ് ഉദാഹരണമാണ്. പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കപ്പെടുന്നു. ഇവിടെ അല്ലാത്തത് ഏതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നോൺ ആസ് സ്ട്രാറ്റിസ്ഫൈഡ് റോക്ക് അടുക്കുശിലകളല്ല. അടുക്കുശിലകൾക്ക് ഉദാഹരണം എന്താണ്? അത് അവസാദ ശിലകളാണ്, അഥവാ സെഡിമെന്ററി റോക്കാണ്. കണ്ടോ, ചോദ്യമായിട്ട് തന്നെ വന്നു ഇതൊക്കെ. ഇനി അടുത്തൊരു ചോദ്യമാണ്. എപ്പോഴും ഈ ഒരു റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാട്ടോ. അവർക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും ചോദിക്കാം. അത് USS വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. റിന്യൂവബിൾ ആയത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അത് നോൺ റിന്യൂവബിൾ റിസോഴ്സസിന് ഉദാഹരണം, റിന്യൂവബിൾ റിസോഴ്സസിന് ഉദാഹരണം. മലയാളം മീഡിയം കുട്ടികൾ പുനഃസ്ഥാപിക്കപ്പെടുന്നതും പെടാത്തതുമായ വിഭവങ്ങളെ കുറിച്ചുള്ള ഭാഗങ്ങൾ. വനം, വന്യജീവികൾ, ജലം, ഫോസിൽ ഇന്ധനങ്ങൾ. ഇതിൽ പുനഃസ്ഥാപിക്കപ്പെടാത്തത് ഏതെന്നാ ചോദിച്ചത്. നിങ്ങൾക്കറിയാം ഫോസിൽ ഫ്യൂൾ ആണ്. വാട്ടറും വൈൽഡ് ലൈഫും ഫോറസ്റ്റും ഒക്കെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം,
റിന്യൂ ചെയ്യാം, വീണ്ടും ഉണ്ടാകാം. ഫോസിൽ ഫ്യൂൾസ് ഉണ്ടാവും, പക്ഷെ ഇറ്റ് വിൽ ടേക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇൻ ദാറ്റ് ഫോം. അതായത് വർഷങ്ങളോളം എടുക്കും ഫോസിൽ ഫ്യൂൾസ് ഉണ്ടാവണമെങ്കിൽ. അതുകൊണ്ട് അതന്നെയാണ് നോൺ റിന്യൂവബിൾ, പുനഃസ്ഥാപിക്കപ്പെടാത്തത്. അത്ര പെട്ടെന്ന് അതെന്ത് ചെയ്യുന്നില്ല, പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല. ഇതൊരു ചോദ്യം കണ്ടോ, മാപ്പിനെ ഞാൻ ഇപ്പൊ പറഞ്ഞ മാപ്പ് റിപ്രസെന്റിങ് മോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓഫ് കമ്പാരറ്റീവ്ലി സ്മോളർ ഏരിയ. എന്താണ്, ലാർജ് സ്കെയിൽ മാപ്പാണ് അല്ലെ. ചെറിയ ഏരിയയുടെ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്നത്. താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ കൂടുതൽ വിശദമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഭൂപടങ്ങൾ. വലിയ തോത് ഭൂപടങ്ങളല്ലേ. ഈ പേജിൽ ഒരു ചോദ്യം കൂടെ ബാക്കി വെക്കണ്ട അല്ലെ, അതായിട്ട് മോസ്റ്റ് വൈഡ് സ്പ്രെഡ് നാച്ചുറൽ വെജിറ്റേഷൻ ടൈപ്പ് ഇൻ പെനിൻസുലാർ ഇന്ത്യ. നോക്കൂ, അപ്പൊ മാംഗ്രൂവ്സ് ഇത് കണ്ടോ, മാംഗ്രൂവ്സ്, എവർഗ്രീൻ ഫോറസ്റ്റ്, ഡെസീഡിയസ് ഫോറസ്റ്റ്, ത്രോൺ ഫോറസ്റ്റ്, ഈ ഭാഗം കൂടി നിങ്ങളൊന്ന് നോക്കേണ്ടതാണ് അല്ലേ. കാരണം ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഉപദ്വീപീയ ഇന്ത്യയിൽ വ്യാപകമായി കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതെന്നാണ്. നിത്യഹരിത വനങ്ങൾ, കണ്ടൽ വനങ്ങൾ, ഇലപൊഴിയും കാടുകൾ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആൻസർ വരുന്നത് ഡെസീഡിയസ് ഫോറസ്റ്റ് ആണ്. ഇലപൊഴിയും കാടുകളാണ് പെനിൻസുലാർ ഇന്ത്യയിൽ, ഉപദ്വീപീയ ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ഇലപൊഴിയും കാടുകൾ. ഇത് ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞ കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളും കൂടെ കൊണ്ടുവന്ന കേട്ടോ. ഇനി ഇതാ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റഡ് ചോദ്യം. വിച്ച് among the following Paleolithic site in India is correctly matched? കണ്ടോ, ആ സൈറ്റിനെ വിട്ട ഒരു കളിയില്ല. NMS തോന്നുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ചോദ്യമാണ്. നോക്കാം നമുക്ക്. പാലിയോളിത്തിക് സൈറ്റ്, മലയാളം മീഡിയക്കാർ ക്വസ്റ്റ്യൻ കണ്ടോളൂ. താഴെ പറയുന്ന ഇന്ത്യൻ പാലിയോളിത്തിക് സൈറ്റുകൾ ശരിയായി ബന്ധപ്പെട്ടത് ഏതാണ്? നാഗാർജുൻ കൊണ്ട ആന്ധ്രാപ്രദേശ്, ഭിംബേഡ്ക രാജസ്ഥാൻ, നർമ്മദാ തടം ഹരിയാന, കുർനൂൽ ഗുഹകൾ ആന്ധ്രാപ്രദേശ്. ഇതില് ഏതാ ആൻസർ വരുന്നത്? കുർനൂൽ കേസ് കർണാടകയല്ലേ, ഭിംബേഡ്ക എവിടെയാണ്? മധ്യപ്രദേശ്. അപ്പൊ നാഗാർജുൻ കൊണ്ടയാണ് തോന്നുന്നു അല്ലെ, ആന്ധ്രാപ്രദേശ്. ഓക്കെ, നാഗാർജുൻ കൊണ്ട ആന്ധ്രാപ്രദേശ്, അതാണ് ആൻസർ വരുന്നത്. അടുത്തൊരു ചോദ്യം. വിച്ച് പ്ലേസ് among the following places is connected with the Chalcolithic period? ചാൽക്കോളിത്തിക് പീരീഡുമായി റിലേറ്റ് ചെയ്ത ഒരു സൈറ്റിലുണ്ട്. അത് ഞാൻ പറയാം, മലയാളത്തിൽ നോക്കും. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ ഏതാണ് ചാൽക്കോളിത്തിക് കാലഘട്ടവുമായി ബന്ധപ്പെട്ടത്? ഏതാണ്? മെഹർഗഡ് ആണ്. അത് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഫസ്റ്റ് തന്നെ. അത് കാതൽ ഹൊയ്യൂക്ക് അല്ലെങ്കിൽ ചാതൽ ഹൊയ്യൂക്കും മെഹർഗഡും ആണ് അവിടെ പ്രധാനമായിട്ടുള്ള. മെഹർഗഡ് എന്ന് മലയാളത്തിൽ പറയും. പിന്നെ ഗോൾഡൻ ചൈൽഡ്. വിച്ച് among following is authored by ഗോൾഡൻ ചൈൽഡ്? ഗോൾഡൻ ചൈൽഡിന്റെ പുസ്തകം ഏതാണ്? വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി ആണ്. താഴെ പറയുന്നതിൽ ഗോൾഡൻ ചൈൽഡ് എഴുതിയ പുസ്തകം ഏതാണ്? വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി ഉണ്ട്, മാൻ മേക്ക് ഹിംസെൽഫ് ഉണ്ട് കേട്ടോ, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. പിന്നീട് ചോദ്യം ഏതാ? ലെസ്കോ പെയിന്റിംഗ് പാലിയോ പീരീഡിൽ എവിടെയാണ്? ലെസ്കോ പാലിയോളിത്തിക് കാലഘട്ടത്തിലെ ലെസ്കോ ഗുഹാ ചിത്രങ്ങൾ ഫ്രാൻസിലാണ്. ഐഡന്റിഫൈ ദ നിയോളിത്തിക് സൈറ്റ് ഫ്രം among the Indian places given below. നിയോളിത്തിക് സൈറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. താഴെ പറയുന്ന ഇന്ത്യൻ സ്ഥലങ്ങളിൽ നവീന ശിലായുഗ കേന്ദ്രം കണ്ടെത്തുക. കേരളത്തിലെ ഇടയ്ക്കൽ ഗുഹയാണ്. ഇടയ്ക്കൽ ഗുഹ ആണ് നവീന ശിലായുഗമായിട്ട് ഇതിൽ കൊടുത്തത് കേട്ടോ. ഇടയ്ക്കൽ കേവിൻ, കേരള. അപ്പൊ ഈ ചോദ്യങ്ങള്, ഇപ്പൊ പറഞ്ഞ ചോദ്യങ്ങള് നമ്മൾ പറഞ്ഞ ടെക്സ്റ്റില് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലെ. ഇത് ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ, ഓരോ വർഷത്തെയാണ്. വിവിധ വർഷങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അതിലൊക്കെ ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് പ്രതീക്ഷിക്കാം പ്രാവശ്യം മാറ്റമൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ തന്നെ വരട്ടെ ക്വസ്റ്റ്യനുകൾ, പ്രതീക്ഷിക്കാം. അപ്പൊ ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് നാളെയും കൂടെ ഡിസ്കസ് ചെയ്താലേ ശരിക്കും ഇത് തീരുള്ളൂ.
പിന്നെ നിങ്ങൾ നദികളെ കുറിച്ചൊന്ന് പഠിക്കണേ. മഹാനദി, ഗോദാവരി, കാവേരി, ഇത് ഏത് സ്റ്റേറ്റിലൂടെയാണ് ഒഴുകുന്നത് എന്നുള്ളത് അതൊന്ന് പറയാൻ പറ്റുമോ മാച്ച് ചെയ്തിട്ട്? ആ മാച്ച് ദ ഫോളോയിങ് ഞാൻ ചെയ്യിച്ചു തരാം. ആ, മഹാനദി ഒഡീസയാണ്. ലൂണി രാജസ്ഥാൻ. ലൂണി രാജസ്ഥാനാണ്. കാവേരി എവിടെയായിരിക്കും? കൃത്യമായിട്ട് ഓർമ്മയില്ല ഏതാണ്. തമിഴ്നാടല്ലേ? ലൂണി രാജസ്ഥാനാണ്. ഗോദാവരി ആന്ധ്രാപ്രദേശ്. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. ഞാൻ ചെയ്തതാണ്, അത് തന്നെയാണ് വരുന്നത് ആൻസർ. ഇതവിടെ കൊടുക്കാം മലയാളം മീഡിയം. പിന്നെ ഇങ്ങനെ ചോദിക്കട്ടോ, നദികൾ എവിടെ പതിക്കുന്നു എന്നുള്ളത്. പിന്നെ ഇന്ത്യയിലെ നദികളും ഉപദ്വീപീയ നദികളും ഉണ്ട്, പെനിൻസുലാർ റിവേഴ്സും ഉണ്ട്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യണം നോക്കണം. ഇന്ത്യൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ്. അതുപോലെ കേരളത്തില് ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ 44 നദികളാണുള്ളത്. അതിൽ ഏറ്റവും വലുത് ഏതാണ്? പെരിയാറാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ, അത് ഇന്ത്യയിലത്താണ് കുറച്ചുകൂടെ നിങ്ങൾ നോക്കേണ്ടത്. ചോദ്യങ്ങളിലുള്ളത് ഏതൊക്കെ സ്റ്റേറ്റിലൂടെ ഒഴുകുന്നു. സ്റ്റേറ്റ് ഒഴുകുന്ന വളരെ കൺഫ്യൂഷനിങ് ആണ്, കാരണം ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലൂടെ നദികൾ ഒഴുകുന്നുണ്ട്. അതൊരു ലൂണി രാജസ്ഥാനാണ്. 5 വരുന്ന 2 ഓപ്ഷൻ അതിലുള്ളൂ അല്ലേ? അപ്പൊ ഒന്ന് മഹാനദി എവിടെയാണ്? ഒഡീസയാണോ? അല്ല, എ ആണ് ഓപ്ഷൻ വരുന്നത്. മഹാനദി ഒഡീസ അല്ലെ? മറ്റേല് ഡി എന്നാ കൊടുത്തത്, രണ്ടാമത്തേല്. തമിഴ്നാടല്ലല്ലോ. ഗോദാവരി, കാവേരി, ലൂണി. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഈ മാപ്പിന്റെ ചോദ്യത്തിലേക്ക് പോവാണ്ട് ആ ചാപ്റ്ററിലേക്ക് പോവാം. അതിന്റെ മുന്നേ ഗവിഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഋഗ്വേദത്തിൽ ഗവിഷ്ടി എന്ന് ഋഗ്വേദത്തിൽ പറയുന്നത് കന്നുകാലികൾക്കും കൃഷിയിടങ്ങൾക്കും വേണ്ടിയുള്ള യുദ്ധമാണ്. ബാറ്റിൽ ഫോർ കാറ്റിൽ ആൻഡ് പാസ്റ്ററൽ ഗ്രൗണ്ട് ആണ്. പിന്നെ ഒരു ചോദ്യമാണ്, വിച്ച് എമംഗ് ദ തമിഴ് സംഘം ലിറ്റററി ടെക്സ്റ്റ് ഇൻ ഗ്രാമർ? ഏതാണ് ഗ്രാമർ ടെക്സ്റ്റ്? ഏതാണ്? തൊൽക്കാപ്പിയാണ്. തൊൽക്കാപ്പിയം. തമിഴ് വ്യാകരണ ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിക്കാം. അത് തൊൽക്കാപ്പിയാണ്. തൊൽക്കാപ്പിയം. അടുത്തൊരു ചോദ്യം, ക്യൂണിഫോം ലിപി വായിച്ചത് അല്ലെങ്കിൽ ക്യൂണിഫോം ലിപി ഏത് സിവിലൈസേഷൻ ആണ്? മെസ്സപ്പൊട്ടോമിയാണ്. ചാമ്പോലിനാണ് ഹൈറോഗ്ലിഫിക്സ് വായിച്ചത്. ഇതിൽ ചോദിച്ചത് വ്രോങ്ലി മാച്ച്ഡ് ആണ്. വ്രോങ്ലി മാച്ച്ഡ് ആയത് ഏതാണ്? ഇതില് നാലാമത്തെ അല്ലേ? ടീച്ചറെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആ, മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പില് സാറ്റ് മാറ്റ് പേപ്പറിലുള്ള 90 വീതം ചോദ്യം ഇപ്പം അയക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നും നാളെയായിട്ട് ആ 2 കാര്യവും 2 ചോദ്യങ്ങൾ 150 ചോദ്യവും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. നന്നായിട്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മറ്റന്നാൾ വരുന്ന ചോദ്യത്തില് ഏകദേശം ഒരു 60% ചോദ്യങ്ങൾ അതിൽ നിന്ന് വരുന്നതായിരിക്കും. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ കൊടുത്തത്. ടീച്ചേഴ്സും ആ കാര്യം ശ്രദ്ധിക്കും. അതിനൊക്കെ സംശയമുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ, അത് വരും ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ നാളെ അത് പറയും. കണക്കിന്റെ കാര്യങ്ങൾ ഞാൻ നാളെ വൈകിട്ട് 7 മണി മുതൽ 9 മണി 10 മണി വരെയുള്ള ക്ലാസ്സിൽ പറയും. നാളെ നമുക്കൊരു കുറച്ച് നേരത്തെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒരു 9-9:30 ആകുമ്പോഴത്തേക്ക് അവസാനിപ്പിക്കാം. അത് കൂടുതൽ കുട്ടികൾ വരികയാണെങ്കിൽ യൂട്യൂബ് ലൈവിലേക്ക് അപ്പം തന്നെ ഞാൻ മാറ്റും. നാളെ രാവിലെ നമുക്ക് സയൻസിന്റെ ക്ലാസ് ഉണ്ട്. ഈ ആഴ്ച തരുന്ന ചോദ്യത്തിന് സയൻസിന്റെ എന്തെങ്കിലും സംശയങ്ങൾ, സോഷ്യലിന്റെ സംശയമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള ടീച്ചേഴ്സും ആ ചോദ്യങ്ങൾ കാണും, സംശയങ്ങളൊക്കെ അവിടെ ക്ലിയർ ചെയ്ത് തരും.
അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഉണ്ടോ? കോഹോസ്റ്റായ കുട്ടികളാണ് മറുപടി പറയേണ്ടത്. ഗ്രൂപ്പിൽ ആ 2 ചോദ്യങ്ങളും വന്നോ? സാർ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അപ്പൊ അത് ക്ലിയർ ഇല്ലെങ്കിൽ ഒന്ന് എത്രാമത്തെ നമ്പറാന്നുള്ളത് ഗ്രൂപ്പിലൂടെ തന്നെ ചോദിച്ചാൽ മതി. ക്ലിയർ ആക്കി തരാം. ചോദ്യത്തിന്റെ ക്ലിയർ ആക്കി തരണമെങ്കിൽ മാത്രം. ഓക്കെ ടീച്ചറെ, ഞാൻ ലീവ് ചെയ്യാണ്. അപ്പൊ നമ്മള് എത്ര മണി വരെ ക്ലാസ് കൊണ്ടുപോകുന്നുണ്ട്? 6:30 വരെയാണ് സർ. 6:30 വരെയാണ്. അപ്പൊ അവരെ ഞാൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. ടീച്ചറും കൂടി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണം. ഞാൻ അയച്ചു തന്ന ക്വസ്റ്റ്യൻ അതിലേതെങ്കിലും നിങ്ങൾ സയൻസിലോ സോഷ്യലോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ഈ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ. കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ അവസാനം കൊടുത്ത ചോദ്യങ്ങളാണ് ഒരു 20-ലധികം ചോദ്യങ്ങൾ വന്നത് ഈ NMSക്ക്. അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ തന്നെ 20 അല്ല, നമുക്ക് 35 ചോദ്യവും ടീച്ചർ കൊടുക്കുന്നത് വരട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ സർ. നമ്മള് നേരത്തെ ഇപ്പൊ പറഞ്ഞോണ്ടുന്നത് ഇതാണ്, ഈ ചിത്രമാണ് നമ്മൾ പറഞ്ഞത്, സ്പിങ്സ്. ഇത് എവിടെയാണ്, ഏതാണ് വരുന്നത്? അതിൽ കൊടുത്ത മെസോപ്പൊട്ടേമിയ എന്നല്ല, ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലാണ് കേട്ടോ. നമ്മൾ ഹാരപ്പേന്റെ ഇതിലേക്ക് ഒന്ന് കിടന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന്, നമുക്ക് വളരെ സമയം പരിമിതമാണ്, അതിന്റെ ഇടയിൽ പറഞ്ഞു തീർക്കേണ്ടത് ഉണ്ട്. നോക്കൂ, ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജോൺ മാർഷലാണ് അല്ലെ അതിന്റെ ഡയറക്ടർ ആരാന്നൊരു ചോദ്യം ചോദിക്കാം. ആരാണ്? ജോൺ മാർഷൽ. പിന്നെ ഒരു ചോദ്യം വരുന്നത് എന്താണ്? ഇൻഡസ് വാലി സിവിലൈസേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മെസപ്പൊട്ടേമിയയിൽ ഖനനം നടത്തിയത് ആരാണ്? RD ബാനർജിയാണ്. ഹരപ്പയിൽ ആരാണ്? ഹരപ്പയില് ദയാറാം സാഹിനിയാണ്. ദയാറാം സാഹിനി. ആ ഒരു ചോദ്യം ശ്രദ്ധിക്കണം. പിന്നെ ഹാരപ്പ എവിടെയാണ്? പാകിസ്ഥാനിലാണ് കേട്ടോ. ഹാരപ്പയിലൂടെ ഒഴുകുന്ന നദി എല്ലാവരും വേഗം സിന്ധു എന്ന് എഴുതും. രവിയാണ് നദി. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരു ചോദ്യങ്ങൾക്ക് ഇതിലൊന്നും ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മുൻപ് വന്ന് കണ്ടിട്ടുമില്ല ഒരു ക്വസ്റ്റ്യൻ. നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്യണമല്ലോ. ലോത്താൽ ഒരു ഇമ്പോർട്ടന്റ് കേന്ദ്രമാണ്. ലോത്താൽ എന്ന് പറഞ്ഞാൽ മാരിടൈം ട്രേഡ് നടത്തുന്ന, അതായത് ഒരു തുറമുഖ കേന്ദ്രമാണ് ഇത് ലോത്താൽ. അതുപോലെ മോഹൻജോദാരോയിൽ നിന്ന് കണ്ടെത്തിയതാണ് ഗ്രേറ്റ് ബാത്ത്. ഗ്രേറ്റ് ബാത്ത് പറഞ്ഞാൽ എന്താ? വലിയ സ്നാനഘട്ടം എന്നൊക്കെ പറയും, കുളം എന്നൊക്കെ പറയും. ഇതാ കണ്ടോ, ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാക്കാം. അത് കണ്ടെത്തിയത് എവിടെയാ? മോഹൻജോദാരോയിലാണ്. പിന്നെ കണ്ടെത്തിയത് റങ്പൂർ ലോത്താൽ എന്താ കണ്ടെത്തിയത്? റൈസ് കൾട്ടിവേഷന്റെ എവിഡൻസ് ആണ്, നെൽകൃഷി ചെയ്തതിന്റെ തെളിവുകൾ. പിന്നെ കോട്ടനും ഇവിടെ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു കേട്ടോ. കോട്ടൺ കൃഷി നടത്തിയതിന്റെ തെളിവും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കാലിബംഗൻ, ഞാൻ നേരത്തെ പറഞ്ഞു, കാലിബംഗൻ എന്ന് പറഞ്ഞാൽ കറുത്ത വളകളാണെന്ന് പറഞ്ഞു. രാജസ്ഥാനിലാണ് കാലിബംഗൻ. അവിടെ നിന്ന് പ്ലഫിംഗ് ദ ലാൻഡ്, നിലമുഴുതു മറിച്ചതിന്റെ, അതായത് കലപ്പകൾ ഉപയോഗിച്ച് നിലമുഴുതു മറിച്ചതിന്റെ തെളിവുകൾ, ഫാമിങ്ങിന്റെ, കൃഷി ചെയ്തതിന്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനത്തെയൊക്കെ ഉള്ളൂ. പിന്നെ മെസപ്പൊട്ടേമിയ പറഞ്ഞാൽ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനിൽ മെലൂഹ എന്ന് റിപ്രസെന്റ് ചെയ്യുന്നത്, മെലൂഹ എന്ന് പറഞ്ഞാൽ ഹാരപ്പയാണ് മെലൂഹ. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. മാരിടൈം ട്രേഡിൻ്റെത് ലോത്താലിലാണ്. ഓക്കെ. പിന്നെ നേരത്തെ ഒരു ചോദ്യം നമ്മൾ പറഞ്ഞില്ലേ, കോപ്പർ വാസ് മിക്സ്ഡ് വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ് ബ്രോൺസ്. ബ്രോൺസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കോപ്പറും ടിന്നും കൂടെ ചേർന്നിട്ടാട്ടോ. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കോപ്പർ പ്ലസ് ടിൻ ഈസ് ഈക്വൽ ടു ബ്രോൺസ്, വെങ്കലം. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, മോഹൻജോദാരോയിൽ നിന്നും ഡാൻസിങ് ഗേളിന്റെ പ്രതിമ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലോത്താൽ എന്താണ്, എന്തിന്റെയൊക്കെ ഇതാ കിട്ടിയത്? ഞാൻ പറഞ്ഞു മാരിടൈം ട്രേഡ് ഇമ്പോർട്ടന്റ് ആണ്. ലോത്താല് ഒരു തുറമുഖ പട്ടണമാണ് ലോത്താല്. പിന്നെ ഇവിടെ ഉള്ളത് അവരുടെ ബിലീഫ്സ് ആണ്.
എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഇല്ലാതായത് എന്നൊരു ചോദ്യം ചോദിക്കാം. അത് ഫ്ലഡ്, എക്സ്റ്റേണൽ ഇൻവാൻഷൻ, ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം എന്നാണ് ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാല്. പിന്നെ കൃഷി നശിച്ചത്, പിന്നെ എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികളാണ്. പിന്നെ അടുത്തത് വരുന്നത് മെസ്സപ്പൊട്ടോമിയാണ്. മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന പേജില്ലേ, വരുന്നേ ഉള്ളൂ അല്ലെ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ? ഫറോഹ അല്ലെ. ഈജിപ്തിലെ രാജാക്കന്മാരെ നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? ഫറോവ എന്ന് പറഞ്ഞത്. അവരുടെ ബോഡി നമ്മൾ പ്രിവൈൽ ചെയ്തിരുന്നില്ലേ, സൂക്ഷിച്ചിരുന്നു. അതിന് മമ്മി എന്നാണ് പറയുന്നത്. എവിടെയാണ് ഈ മമ്മി സൂക്ഷിച്ചത്? പിരമിഡിലാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്രഡ് റൈറ്റിംഗ് ആണ്. ഇത് പാപ്പിറസ് ഇലയിലാണ് എഴുതിയിരുന്നത്. ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ എഴുത്ത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ, വീണ്ടും പറയാനെന്ന് തോന്നുന്നുണ്ട. പിന്നെതാ ഹൈറോഗ്ലിഫിക്സ് ലിപി വായിച്ചത് ഷാംപോലിയൻ ആണ്. ഫ്രഞ്ച് സ്കോളറാണ് അദ്ദേഹം. അത് എവിടെയാണ് എഴുതിയത്? റൊസറ്റ എന്ന് പറയുന്ന ഒരു സ്റ്റോണിലാണ് എഴുതിയത്. നൈൽ നദിയുടെ തീരത്തുള്ള ഒരു സ്റ്റോണിൽ നിന്നാണ് അദ്ദേഹം ഇത് വായിച്ചെടുക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്പീഡാണെന്നൊന്നും കരുതണ്ട. അതൊക്കെ നമ്മൾ പറഞ്ഞതുമാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഇതിലൂടെയൊക്കെ കണ്ണോടിക്കുകയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ കാണുമ്പോൾ ഇതൊക്കെ തലയിലേക്ക് വരും. ഒന്നുകൂടെ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നോക്കണം കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. പിന്നെ മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലാണ് ഈ ഒരു ചിത്രം. എവിടെ ഞാൻ ചോദിച്ചില്ല നേരത്തെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ചിത്രം. അതിൽ കൊടുത്തത് മെസ്സപ്പൊട്ടോമിയ എന്നാണ്. അവിടെയല്ല. എവിടെയാണിത്? ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലാണ്. പിന്നെ മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷന്റെ പ്രത്യേകത, 2 നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസ്സപ്പൊട്ടോമിയ. ഏതൊക്കെ നദികളാണെന്ന് അറിയാലോ? യൂഫ്രട്ടീസും ടൈഗ്രീസുമാണ്. പിന്നെ അർമേനിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച ആ നദി പതിക്കുന്നത് എവിടെയാണ്? പേർഷ്യൻ കടലിലാണ്. മോഡേൺ ഇറാഖിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു മെസ്സപ്പൊട്ടോമിയയെ കുറിച്ചിട്ട്. ഞാൻ നേരിട്ട് ക്ലാസ് എടുത്ത കുട്ടികൾക്ക് അറിയാം. സുമേറിയ, ബാബിലോണിയ, സീറിയൻ, ചാൾഡിയൻ, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിലനിന്നിരുന്നതാണ്. പിന്നെ ഉറുക്കാണ് സിറ്റീസ് അവിടുത്തെ. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട സിറ്റീസ് ഉറുക്കാണ്. മെസ്സപ്പൊട്ടോമിയയിലെ ലിപി ക്യൂണിഫോം ആണ്. ക്യൂണിഫോം. അത് ഹെൻറി റോളിൻസൺ ആണ് വായിച്ചത്. നിങ്ങൾ ടെക്സ്റ്റിലില്ല. ഹെൻറി റോളിൻസൺ. ഈ സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത, സ്ക്രിപ്റ്റ് വാസ് വെഡ്ജ് ഷേപ്ഡ് ആണ്. ഒരു ആപ്പിന്റെ ആകൃതിയിലുള്ള. പിന്നെ ഇവര് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടാണ് തോന്നുന്നു അല്ലെ കലണ്ടർ ഉണ്ടാക്കിയിരുന്നത്. ഈജിപ്ഷ്യനോ സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ സിഗറത്ത് എന്ന് പറയുന്നതാണ് മെസ്സപ്പൊട്ടോമിയയിലെ ഒരു കൺസ്ട്രക്ഷൻ. അതൊരു ടെമ്പിൾ ആണ്, അമ്പലമാണെന്നാണ് പറയുന്നത്. ഇതാണ് ആ ചിത്രം. പിന്നെ ചൈനീസ് സിവിലൈസേഷൻ കാര്യമായിട്ടൊന്നുമില്ല. ചൈനീസില് നദി ഏതാ ചോദിച്ചാൽ ഹുയാഹോ ആണ്. ഹുയാഗോ നദീ തീരത്താണ്. എല്ലാ സിവിലൈസേഷനും ഏതെങ്കിലും നദീ തീരത്താണുള്ളത്. അതും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ അത്രയേ ഉള്ളൂ ആ ഒരു ചാപ്റ്ററിൽ. പിന്നെ നിങ്ങൾ ഈ 3rd ചാപ്റ്ററിൽ നോക്കേണ്ടത് ഇതാണ്. 5000 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെ ടെമ്പറേച്ചർ സെന്റർ ഓഫ് ദി എർത്ത് ഏകദേശം എത്ര ഉണ്ട് അതും നോക്കണം. പിന്നെ ഈ ഒരു ഭാഗം കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, ഭൂവൽക്കം, മാന്റില്, കോറ്. ഇതിനെ കുറിച്ചൊന്ന് പഠിക്കണം. അതിലെന്താണ് സിമ എന്ന് പറയുന്നത് ഒരു ഓഷ്യാനിക് ക്രസ്റ്റ് ആണ്. സമുദ്ര ഭാഗമാണ്. മറ്റേതോ കോണ്ടിനെന്റൽ ആണ്. വൻകരയുമായി റിലേറ്റഡ് ആണ് സിയാല്. സിലിക്കി അലൂമിനിയം ചേർന്നതാണ് സിയാല്. സിലിക്കും മെഗ്നീഷ്യം ചേർന്നതാണ് സിമ. അത് പിന്നെ ആ പേര് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ ഇതിന്റെ ഫീച്ചർ നോക്കാം. ഇതിന്റെ തിക്നെസ് 40 കിലോമീറ്റർ ആണ്. പിന്നെ മാന്റില് 2900 കിലോമീറ്റർ. ഇത് ചോദിച്ച ചോദ്യം കേട്ടോ. മാന്റിൽ എത്രയാണ്, അതിന്റെ ക്രസ്റ്റിൽ നിന്നും വരുന്ന കിലോമീറ്റർ, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. 2900 ആണ്. അപ്പർ മാന്റിൽ ആൻഡ് ലോവർ മാന്റിലാണ്.
അപ്പർ മാൻറ്റിൽ എന്ന് പറഞ്ഞാൽ സോളിഡ് ആണ്. ആൻഡ് ലോവർ മാൻറ്റിലോ, മാൻറ്റിൽ തന്നെ കേട്ടോ മലയാളത്തിലും. ലോവർ മാൻറ്റിൽ സെമി ലിക്വിഡ് ആണ്, അർദ്ധദ്രാവകാവസ്ഥയിലാണ്. ഈ കോർ 2900 കിലോമീറ്റർ തൊട്ടിട്ട് 6371 കിലോമീറ്റർ വരെയാണ്. ഈ നിക്കലും അയേണും ചേർന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, പിന്നെ അടുത്തതാണ് ഞാനത് പറഞ്ഞു, ഇഗ്നേഷ്യസ് റോക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ഒരു ഇതും പറഞ്ഞു. ഇനി അവർ ഗവൺമെന്റിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം രാജ്യസഭ, ലോകസഭ. രാജ്യസഭയും ലോകസഭയും നോക്കണം. 238 elected members, 12 nominated members, Council of State, Permanent House, Vice President, President presides over the sessions. പിന്നെ ലോക്സഭയിൽ 543 directed elected members, 2 nominated members known as House of Representatives, elected for the term of 5 years, presided over by Speaker. ഇതൊക്കെ നിങ്ങൾക്കറിയാലോ. രാജ്യസഭയിൽ 12 നോമിനേറ്റഡ് മെമ്പേഴ്സാണ് ഉള്ളത്, ലോകസഭയിൽ 2 പേരാണുള്ളത്. ഇവിടെ ആരാണ് ഈ സെഷൻസ് കൈകാര്യം ചെയ്യുന്നത്? വൈസ് പ്രസിഡന്റ് ആണ് കേട്ടോ. ആരാ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാല്? ഉപരാഷ്ട്രപതി. ലോകസഭയിൽ സ്പീക്കർ. ഞാൻ ഇതിന് മുൻപെടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണണം കേട്ടോ പറ്റുകയാണെങ്കിൽ. പിന്നെ സെഷൻസ് ഓഫ് പാർലമെന്റ് ആണ്. അതില് ക്വസ്റ്റ്യൻ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 മണിക്കാണ്, 0 അവർ 12 മണിക്കാണ്. അത് എത്ര തൊട്ട് എത്ര വരെയാണ്? 5 to 15 മിനിറ്റ് വരെ നീളം. മണി ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓർഡിനറി ബില്ലാണത്. മണി ബില്ല് എന്ന് വായിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ വരുന്നതിൽ നോക്കൂ, സ്റ്റേറ്റ്സ് ഹാവിംഗ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, അതൊന്ന് നോക്കണേ. ഏതൊക്കെ സ്റ്റേറ്റിലാണ് ബൈക്യാമറൽ? ദ്വിമണ്ഡല സഭ എന്ന് പറയും മലയാളത്തിൽ, ദ്വിമണ്ഡല സഭ. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ജമ്മു ആൻഡ് കാശ്മീർ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഇതൊക്കെയാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉള്ളത്. ഇതിന്റെ ശ്രദ്ധകൾ ഞാൻ ഏതെങ്കിലും വിട്ടുപോകുന്നുണ്ട്, മുൻപ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ അങ്ങനെ എല്ലാത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുകയാണ്. പിന്നെ ക്വാളിഫിക്കേഷൻ ഓഫ് പ്രസിഡന്റ് 35 years വേണം അല്ലേ, 35 വയസ്സെങ്കിലും ആവണം. അപ്പൊ പ്രായം ചോദിക്കാം, പ്രസിഡന്റിന്റെ ആവാനുള്ള പ്രായം 35 ആണ്. അപ്പൊ ഫങ്ഷൻസ് അത് അങ്ങനത്തെ കൂടുതൽ കണ്ടിട്ടില്ല. ഹയസ്റ്റ് കോർട്ട് ഏതാണ്? സുപ്രീം കോർട്ടാണ്. സ്റ്റേറ്റിലെ ഹയസ്റ്റ് കോർട്ട് ഏതാണ്? ഓരോ സ്റ്റേറ്റിലെയും അത് ഹൈക്കോർട്ടാണ്. നോക്കൂ, ഈ ലോക അദാലത്തിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തിരുന്നു. ലോക അദാലത്ത് ആ ഒരു ചോദ്യം ഞാൻ ഡിസ്കസ് ചെയ്ത കേട്ടോ. പിന്നെ ഏൻഷ്യൻ തമിഴകം. ഏൻഷ്യൻ തമിഴകത്തില് ഞാൻ പറഞ്ഞു മുല്ലൈ, പാലൈ, ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിലെ ഈ ഒരു ബോക്സുകളൊക്കെ ഒന്ന് നോക്കണം. ഗ്രാമർ ടെക്സ്റ്റ് ആണ് തൊൽക്കാപ്പിയം, അതെപ്പോഴും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. പിന്നെ മുല്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാസ് ലാൻഡ് ആണ് അല്ലെ. പാലൈ എന്ന് പറഞ്ഞാൽ ഡ്രൈ ലാൻഡ് ആണ്, മരുതം വെറ്റ്ലാൻഡ് ആണ്. അപ്പൊ ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നെയ്തൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ റീജിയൻ ആണ്. കോസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ എന്താ പറയാ, തുറമുഖമായിട്ട് റിലേറ്റഡ് ആയിട്ട് സമുദ്ര ഭാഗമാണെന്ന് ഉദ്ദേശിച്ചത്, സമുദ്രം. പിന്നെ പൂനം കൾട്ടിവേഷൻ എന്താ നോക്കാം. പൂനം കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലിയറിംഗ് ആൻഡ് ബേണിംഗ് ഓഫ് ജംഗിൾസ് ആണ്. ഈ ബോക്സുകളൊക്കെ നിങ്ങളൊന്ന് നോക്കണം. പിന്നെ സെക്കൻഡ് പാർട്ടിൽ നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. മൂവേന്ദേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ചേര, ചോള, പാണ്ഡ്യന്മാർ. അവരുടെ തലസ്ഥാനം കൂടി നോക്കാം. ചോളന്മാര് ചേര, ചോള, പാണ്ഡ്യ.
ചേരന്മാരുടെ മുജിരിയാണ്, മുജിരി. പാണ്ഡ്യാസിൻ്റെത് ഏതാണ്? മധുരൈ. ചോള ഉറയൂർ. എവിടെയാ നോക്കേണ്ടതൊക്കെ ടെക്സ്റ്റിലൂടെ തന്നെ കാണിച്ചു തരുന്നുണ്ട്, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. ഈ റീഡിംഗ് ഓഫ് മാപ്പ് ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ അല്ലെ. ഫിസിക്കൽ മാപ്പും സ്മോൾ സ്കെയിൽ മാപ്പ് ഏതാണ്? എക്സാമ്പിൾ അറ്റ്ലസ് മാപ്പും വാൾ മാപ്പും. ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ് അറ്റ്ലസ് മാപ്പും വാൾ മാപ്പും. ലാർജ് സ്കെയിൽ ഭൂപടത്തിന് ഉദാഹരണമാണ് കഡസ്ട്രൽ മാപ്പും ടോപ്പോഗ്രഫിക്കൽ മാപ്പും. പിന്നെ ഞാൻ പറഞ്ഞു എന്താ പറയാ, ഓരോ റെഡ് ബ്ലാക്ക് അങ്ങനത്തെ കളേഴ്സ് ഒക്കെ എന്തിനാ മെൻഷൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞതാണ് ഇവിടെ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ളത്. പിന്നെ ഇതില് ആഡസ്മിത്തിന്റെ ബുക്കിന്റെ പേര് ഏതാണ്? An Enquiry into Nature and Causes of Wealth of Nation ആണ്. വെൽത്ത് ഓഫ് നേഷൻ പഠിച്ചു വെച്ചാൽ മതി. 1776 പ്രസിദ്ധീകരിക്കുന്നത്. ലേസിസ് ഫെയർ പോളിസി കൊണ്ടുവന്നതും ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. പിന്നെ ഇവരെ ആഡം സ്മിത്ത് കൂടാതെ ആരൊക്കെ ഉണ്ട്? ആൽഫ്രഡ് മാർഷൽ, ലേണർ റോബിൻസ്, പോളെ സാമുവൽസൺ. ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് നോക്കണം. അതുപോലെ കാറൽ മാക്സിന്റെ ആണ് ദാസ് കാപ്പിറ്റൽ. അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ്? ചാണക്യ. യെസ്, ചാണക്യ. ഓക്കെ. ദാദാഭായ് നവറോജിയുടെ ആണ് ഡ്രെയിൻ തിയറി. പിന്നെ ഗാന്ധിജിയുടെ ആശയമാണ് ട്രസ്റ്റിഷിപ്പ്, സാമ്പത്തിക ആശയമാണ്. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയമാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതി വാർധ വിദ്യാഭ്യാസ പദ്ധതിയാണ് കേട്ടോ, വാർധ. പിന്നെ 1998 അമർത്യാസെന്നിന് എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അതുകൂടെ ഇതിലുണ്ട്. പിന്നെ നിങ്ങൾക്കില്ലേ സെക്കൻഡ് പാർട്ടില് നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് 2-3 മിനിറ്റ് കൊണ്ട് നിർത്താട്ടോ, ഒന്ന് പറയട്ടെ. അതിന്റെ മുന്നേ മലയാളം മീഡിയം സ്റ്റുഡൻസ് ഇത് കണ്ടില്ല എന്ന് പറയും. കണ്ടോ, കുറിഞ്ചി എന്ന് പറഞ്ഞാൽ കാടും മലയും നിറഞ്ഞ പ്രദേശമാണ്. മുല്ല എന്ന് പറഞ്ഞാൽ പുൽമേടുകളാണ്. പാല എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശമാണ്. മരുതം എന്ന് പറഞ്ഞാൽ വയലാണ്. നെയ്തൽ തീരദേശമാണ്. ഞാൻ ഈ ടെക്സ്റ്റ് പറയാതെ പോയാൽ എനിക്കൊരു ഇത് കിട്ടൂല, അതുകൊണ്ട് ഇത് മലയാളത്തിലാണ്. നേരത്തെ ഇംഗ്ലീഷിലല്ലേ കാണിച്ചത്, അപ്പം ഇതൊന്ന് മലയാളം മീഡിയക്കാർക്ക് അതുപോലെ ആയിവട്ടെ. ഗവിഷ്ടി എന്ന് പറഞ്ഞാൽ കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയ യുദ്ധമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ സപ്തസൈന്ധവം എന്ന് പറഞ്ഞാൽ സിന്ധു നദിയും സിന്ധു നദി ഇൻഡസ് വാലി, ഇൻഡസ് ആണ് കേട്ടോ. ഇൻഡസിനും അതിന്റെ പോഷക നദികൾ ഏതാണെന്നറിയാലോ? സിന്ധു നദിയുടെ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ആണ്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്നുള്ള എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ട്. പിന്നെ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയൊക്കെ ഒന്ന് പോയി, പിന്നെ കുറച്ച് ഞാൻ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഒരുപാടൊന്നും ഇല്ല, 1-2 സ്പോർട്സോ ഒരു 5 മാർക്കിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. നമ്മൾ ഇതിന് മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. വേണം നമുക്ക് നാളെ വല്ല വാർഡ്സ് ഒക്കെ ഒന്ന് നോക്കാം. പിന്നെ ഇവിടെ പറയുന്നത് ഇരുമ്പ് ഉപകരണങ്ങളെ കുറിച്ച്, അത് വേണ്ട, മാത്രതല്ല. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. ടീച്ചറെ കേൾക്കാമോ? കേൾക്കാം സാർ. അപ്പൊ നമ്മൾ ഏകദേശം അവസാനിപ്പിക്കാൻ പോവാണ് ഇന്നത്തെ ക്ലാസ്. ഒരൊറ്റ കാര്യം കൂടെ അവരോട് പറഞ്ഞോട്ടെ. ഇവിടെ നിന്ന് ഒരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, ഒറ്റ ചോദ്യം കൂടെ. ഞാന് ശരിക്കും നാളെയും കൂടെ സോഷ്യൽ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ, കാരണം അത്രയും തീരാത്തൊരു ഭാഗമായതുകൊണ്ട് അതാണ്. നോക്കാം, നാളെ പറഞ്ഞാലും മതി. ഇതൊന്ന് നോക്കണം. ഈ ബുദ്ധിസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഇവിടുന്ന് വന്നിട്ടുണ്ട്. അതായത് അവിടുന്ന് ബുദ്ധമതവുമായി റിലേറ്റഡ് ചോദ്യം കഴിഞ്ഞ വർഷത്തെ ചോദിച്ചിട്ടുണ്ട്. ഒരു ശ്വേതംബരന്മാരും ദിഗംബരന്മാരും റിലേറ്റ് ചെയ്തിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ ഭാഷ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചോദ്യം പെട്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഈ ഹര്യങ്ക രാജവംശം, ശിശുനാഗ, അതുപോലെ നന്ദ രാജവംശം, അത് നോക്കണം. പിന്നെ സെല്ലുലോസ് നിക്കേറ്റർ, ആ ഒരു പേര് മെൻഷൻ ചെയ്തത് മഗധ എന്നുള്ള ചാപ്റ്ററിലാണ്. ഈ ഭാഗം നാളെ ഒന്ന് നോക്കാൻ പറ്റുമോ നോക്കാം കുറച്ച്